നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശ് എൻ ജ്വല്ലറിലേക്ക് വരുവാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അകത്ത് എം ഡിയെ വിളിക്കുകയാണ്. എം ഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ ആ ജഗദീപ് സിംഗ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ശരി ശരി, അയാളെ കൊണ്ട് അകത്തേക്ക് വരാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്തു, ഡേവിഡിന്റെ ക്യാമ്പിലേക്ക് ആദർശിനെയും കൊണ്ട് അവിടുത്തെ സ്റ്റാഫ് ചെല്ലുവാണ്. ആ സമയത്ത് ആദർശിനെ കുറിച്ച് അയാൾ പറയണം, നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് സാറെന്ന് പറഞ്ഞു. ആ അത് കൊള്ളാലോ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ 10-30 വർഷമായിട്ട് ഞാൻ കേരളത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മലയാളം കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു. പിന്നീട് ആ സ്റ്റാഫ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, പഞ്ചാബിലെ ജലന്ധറിലാണ് എന്റെ ജന്മം എന്നൊക്കെ പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ഇരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ ഇത്രയും നാളും ഈ മൂർത്തി ജ്വല്ലറിന്ന് ഞങ്ങള് സ്വർണം എടുത്തോണ്ടിരുന്നേ, പക്ഷെങ്കിൽ അവിടെ എന്ത് ചെയ്യാനാ, മേക്കിംഗ് ചാർജ് ഭയങ്കര കൂടുതലാ. അപ്പോഴാണ് ഏൻ ജ്വല്ലറിയെ കുറിച്ച് കേട്ടത്. അപ്പം നല്ലതാണല്ലോ എന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടതും ഡേവിഡ് പറഞ്ഞു, ഇപ്പം മൂർത്തി ജ്വല്ലറി ഒരു തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് അവരായിരുന്നു കേരളത്തിലെ ജ്വല്ലറി രംഗത്ത് ഏറ്റവും കൂടുതൽ ശോഭിച്ചു നിന്നിരുന്നേ. പക്ഷെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല, ഞങ്ങൾ വന്നതോട് കൂടിയിട്ട് ഇപ്പം ഞങ്ങളാണെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ആദർശ് ഇങ്ങനെ നോക്കി. പിന്നീട് ആദർശ് പറഞ്ഞു, ആ ശരി ശരി, അതിപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, ഞങ്ങള് ഇപ്പൊ ഗൾഫിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു, ഇനിയിപ്പൊ കേരളത്തിലും എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ കേരളത്തിൽ ഞങ്ങളുടെ ബിസിനസ് ഒക്കെ പടർന്ന് പന്തലിക്കൂന്ന് പറഞ്ഞു. ആ സമയം ആദർശ് പറഞ്ഞു, അതെ ഒരു 1000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നേന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, അത് നല്ല കാര്യമാണല്ലോ. കാരണം അത്ര വലിയ രൂപയുടെയൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പത്തേനും അയാൾക്ക് നല്ല താല്പര്യമായി എൻ ജ്വല്ലറിയുടെ എം ഡി ഡേവിഡിന്. പിന്നീട് ആദർശ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാണ്. ആദർശ് ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ മേക്കിംഗ് ചാർജ് ഇല്ലാതെ ഈ ഗോൾഡൊക്കെ വിറ്റഴിക്കുന്നത്, അത് ലാഭകരമാണോ എന്ന് ചോദിച്ചു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ, നമ്മുടെ ബിസിനസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഗോൾഡൊക്കെ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റില്ല സാറേ, കാരണം അതൊക്കെ കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളാ, പുറത്തു വിടാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ഗോൾഡ് എവിടെ കൊണ്ടേ കൊടുത്താലും 100% അതിന് പരിശുദ്ധി കാണുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യത്തിൽ സാറ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, കാരണം നമ്മളൊരു ഡീൽ ഉറപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. പിന്നീട് ആദർശ് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം മൊത്തം നിങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുമല്ലേ? അങ്ങനെയൊന്നുമില്ല സാറേ, പക്ഷെ എന്നാലും ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി നല്ല വിധത്തിൽ ചെലവഴിക്കുന്നുണ്ട്. പണം പരസ്യം ഉണ്ടെങ്കിലല്ലേ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഈ സ്വർണ്ണമൊക്കെയാണെങ്കിലും വാങ്ങത്തുള്ളൂ. കാരണം ഇപ്പൊ തന്നെ അറിയാലോ, ഈ മൂർത്തി ജ്വല്ലറിയുടെ മരുമകളാണ് ഞങ്ങളുടെ ജ്വല്ലറിയുടെ പരസ്യത്തില് അഭിനയിക്കുന്നത്. ഓ മനസ്സിലായി, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പറയണം. കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്, സാറ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അവരെ കാണാന്ന് പറയണേ, ഞങ്ങളുടെ പരസ്യത്തിന്റെ മോഡല്. അത് കേട്ടിപ്പോ ആദർശ് പറഞ്ഞു, അതിനെനിക്ക് സമയമുണ്ടെന്ന് തോന്നില്ല, നോക്കാന്ന് പറയണം. ആ സമയത്ത് അബി നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ആദർശനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങാനും വന്നിട്ടുണ്ട് തന്റെ കള്ളത്തിന് പിടികൂടുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അബിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ നവ്യ ചോദിച്ചു, നിന്റെ മുഖം എന്നാടാ ഇങ്ങനെ ഇരിക്കണേ, ഇടയ്ക്ക് നിന്നെ അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനാന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല നവ്യെ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നേന്ന്. ഓ നിനക്ക് വീട്ടിലേക്ക് പോകാൻ ധൃതിയായി കാണുമല്ലേ, അവിടെ ചെന്ന് അടിമ ജോലി ചെയ്യാനായിട്ട്. നിനക്ക് നാണമില്ലേടാ അവരൊക്കെ പറയുന്നതായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. നവ്യ നിനക്കറിയാലോ എന്റെ അവസ്ഥ എന്താന്ന്. ഓ നിന്റെ ഒരു അവസ്ഥ പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ചെയ്യരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ അവര് പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നേക്കാളും വലിയ തെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, എന്നിട്ടോ അവരൊക്കെ നല്ല സുഖിച്ച് കഴിയുമായിരുന്നല്ലോ ഇത്രയും കാലം. ഇപ്പോഴല്ലേ ആദർശേട്ടൻ അവിടുന്ന് പടിയിറങ്ങി പോയെന്ന് ചോദിച്ചു. അത് പിന്നെ നവ്യെ, അമ്മായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എടാ നീ അങ്ങനെ അനുസരിച്ച് അവിടെ കിടക്കേണ്ടതല്ല, കാരണം നിനക്ക് നിന്റേതായ ഒരു സ്റ്റാൻഡ് വേണം. നീ അവര് പറയുന്നതൊക്കെ അനുസരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നും അങ്ങനെ തന്നെ നിനക്ക് അവിടെ സ്ഥാനം ഉണ്ടായിരിക്കുള്ളൂ, ഒരിക്കലും നിനക്ക് ഉയരാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭർത്താവാ നീ, നിന്നെ അങ്ങനെ കാണാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര പോണേന്ന് പറഞ്ഞു. അല്ലെ എങ്ങോട്ടാന്ന് അതൊക്കെ നീ കണ്ടോ? കാരണം ഒരു ഭാര്യയുടെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു ഭാര്യ, സ്നേഹനിധിയായ ഒരു ഭാര്യ ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ. അബിക്ക് കാര്യം മനസ്സിലായില്ല എന്താ ഏതാന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ, ഈ പറയുന്ന ആദർശല്ല അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും വീട്ടിൽ ആരും ഒരു ശിക്ഷയും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അയാൾ നല്ല രീതിയിൽ വിലസുമായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത്. എന്നാലും അയാൾ പോയല്ലോ. പക്ഷെ അയാൾ പോയെങ്കിലും
നയനെ ആ വീട്ടിൽ നിൽക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നയനെ ആ പിന്നാലെ അങ്ങോട്ട് പോയി. അവൾക്കും വ്യക്തമായ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയത്. നീ ഇപ്പം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നൊരു വേലക്കാരനായിട്ട് അവിടെ നിൽക്കുന്നേ. അത് കേട്ടപ്പം അഭി പറഞ്ഞു, അല്ല അത് പിന്നെ നവിയെ നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം. ഇപ്പൊ വീട്ടിലേക്ക് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ പോലും ആ ചന്തുമോളെ കൊഞ്ചിക്കാനായിരുന്നില്ലേ. നിനക്കൊരു മോനുണ്ട്, ഒരു ഭാര്യയുണ്ട്, അതിനെ കുറിച്ചൊന്നും നിനക്ക് ചിന്തിക്കാൻ സമയമില്ല. ആദർശിന്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ നിനക്ക് സമയമുള്ളൂ. പാമ്പൊടിച്ച ഒരു പെണ്ണിനെ പറഞ്ഞു വഞ്ചിച്ചവനാ അയാള്. ആ പെണ്ണാണെങ്കിലോ ഇന്നോ നാളെയൊന്നും പറഞ്ഞിട്ട് ഇരിക്കുക. എപ്പോഴാ മരിക്കണമെന്ന് പോലും പറയാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയായിരിക്കും മനസ്സ് നിറയെന്ന് പറഞ്ഞു. ദുഷ്ടനാ അയാള്, അയാൾക്കിനി ശിക്ഷ കിട്ടാൻ പോകുന്നുള്ളൂ എന്നൊക്കെ നവ്യ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും അഭി പറഞ്ഞു, നവ്യെ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നേ ഇങ്ങനെയൊന്നും പറയലെന്ന് പറഞ്ഞു. പറഞ്ഞാൽ എന്താടാ, നിനക്കെന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാലും വിളിച്ചു പറയും. അതിനിപ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു പോക്കോടുകൂടി മിക്കവാറും നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയാണ്. നീ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അവിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും നവി പറഞ്ഞു, ഞാൻ പോകുന്ന വഴിക്ക് അങ്ങോട്ട് വണ്ടി വിട്ടാൽ മാത്രം മതി, അല്ലാതെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ടാന്നും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം അബിയും നവിയും കൂടെ ഏൻ ജ്വല്ലറിയിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ആ വാ ഇരിക്കാനൊക്കെ പറയാണ്. പിന്നീട് നവി ചോദിച്ചു, അല്ല എം ഡി സാർ അകത്തുണ്ട്, ഒരു പഞ്ചാബി വന്നിട്ടുണ്ട്, ഡീലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ഇത്തിരി സമയം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നീട് ചോദിച്ചു, ഇതാണല്ലേ ഹസ്ബൻഡ് എന്ന് ചോദിച്ചു. അതെ. പേരെന്താന്നൊക്കെ ചോദിക്കണം. അഭിനന്ദൻ പറഞ്ഞു. അഭിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് നവിയോട് പറഞ്ഞു, ഏൻ ജ്വല്ലറി ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കേട്ടപ്പോൾ നവി പറഞ്ഞു, അറിയാ സാറേ എന്ന് പറയണം. എന്താണെങ്കിലും നവിയുടെ ഭർത്താവിന് ഒരു ജോലി കിട്ടുവാണെങ്കിൽ അത് നവിയുടെ ഭർത്താവിന്റെ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അല്ല ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിടിച്ചു. അതിന്റെ പേരിലാണ് എന്നെ അവരവിടുന്ന് പുറത്താക്കിയത്. അവിടുത്തെ അഴിമതിയൊക്കെ പിടിച്ചതിന്റെ പേരില്. പക്ഷേങ്കില് പിന്നീട് ജോലിക്കൊന്നും ഞാൻ പോകാതിരിക്കുവായിരുന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏൻ ജ്വല്ലറി കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നിനൊന്നിനും ഉയർച്ചയായിരിക്കും ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ തന്നെ നവ്യയുടെ കാര്യം എടുത്തു നോക്ക്. നവ്യ പരസ്യ മോഡലായതിനു ശേഷം ഏൻ ജ്വല്ലറിക്ക് നല്ല വളർച്ചയുണ്ട്. പിന്നെ അത് നവ്യയുടെ ഇതും കൊണ്ട് മാത്രമല്ല ജ്വല്ലറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നേ. കാരണം ജ്വല്ലറിയുടെ പ്രശസ്തിയൊക്കെ അത്രയായി കഴിഞ്ഞു. പക്ഷെ എന്നാലും സാറുണ്ടല്ലോ, സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന. അതുകൊണ്ട് കമ്പനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നവ്യ വിഷമിക്കൊന്നും വേണ്ട. ഉറപ്പായിട്ടും ഇവിടെ എന്താണെങ്കിലും നവ്യയുടെ ഭർത്താവിന് ഒരു ജോലിയെ കിട്ടും. പിന്നെ കുറച്ച് സമയം അകത്തേക്ക് ഒരു പഞ്ചാബ് പോയിട്ട് ഇപ്പൊ തന്നെ വരുമായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യാനൊക്കെ പറയണം. അതേ സമയത്ത് ആദർശകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് ഡേവിഡിനോട്. ഡേവിഡ് പറഞ്ഞു, കേരളത്തിൽ എനിക്ക് അങ്ങനെ അധികം ബന്ധുക്കളും കാര്യങ്ങളൊന്നും ഇല്ല. പത്തനാപുരത്തായിരുന്നു എൻ്റെ ജന്മം. ഇപ്പം അവിടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കെയർ ടേക്കറും ഉണ്ട്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഞാൻ അങ്ങോട്ടേക്ക് പോവാറുള്ളൂ, അല്ലാതെ അവിടെ അങ്ങനെ പോയി സ്ഥിരതാമസവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല അപ്പൊ സാർ പിന്നെ ദുബായിലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, ഞാൻ ദുബായിലായിരുന്നു. സാറിന് ഈ ബിസിനസ് മാത്രമേ ഉള്ളോ അതോ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ദുബായിലുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. 2020 കൂടിയിട്ട് അതിൽ ഒരു തകർച്ചയൊക്കെ ഉണ്ടായി. പിന്നീട് ഞാൻ അത് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴിതിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. അല്ല സാറിന് ആരെങ്കിലും വേറെ പാർട്ട്ണർ ആരെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഏയ് ഞാൻ തനിച്ചുള്ളൂ, ഇതുവരെ ഇല്ല. ഇനിയിപ്പൊ പറയാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവാനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദർശിന് വേണ്ടുന്ന വിവരങ്ങൾ ചോദിച്ച് ആദർശ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ നോർത്ത് ഇന്ത്യ മുഴുവൻ ഗോൾഡ് സപ്ലൈ ചെയ്യുന്ന ഞങ്ങളാന്ന് പറയണം. അതെന്താണ് സാറിന് ഗുണം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് ഡീലിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്യണം. അതിനുശേഷം ആദർശ് പറഞ്ഞു, അപ്പൊ ശരി സാർ കാണാന്ന് പറയണം. പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദർശ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് അഭിയും നവ്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരോ ദൈവമേ, ഇനിയിപ്പൊ തന്നെ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുന്നിലെ സ്റ്റാഫ് ഇങ്ങനെ ആദർശിനെ നോക്കണം. അപ്പോഴേക്കും ആദർശ് ഹലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. സാറേ എം ഡി ആയിട്ട് സംസാരിച്ചല്ലോ അല്ലേ? അതെ, എന്നാണെങ്കിലും ശരി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങുവാന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി. ആ സമയത്ത് സ്റ്റാഫ് അബിയോടും നവ്യയോടും പറഞ്ഞു, ഡീല് ഏകദേശം സെറ്റായ മട്ടിലുണ്ട്.
വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ പഞ്ചാബിലുള്ള ആ ജഗദീപ് സിംഗ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നബിക്കും അബിക്കും സന്തോഷമായി. എങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറിച്ചല്ല, എം ഡിയെ പോയി കാണാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് എം ഡിയുടെ ക്യാബിനിലേക്ക് കയറുവാണ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു ഇരിക്കാൻ പറയണ. ഇതല്ലേ നവിയുടെ ഭർത്താവ്. അത് സർ അഭിനന്ദൻ എന്ന് പറഞ്ഞു. അല്ല സാറിനും അബിക്ക് നേരത്തെ പരിചയമില്ലെന്ന് ചോദിച്ചു. പരിചയമോ? അല്ല മുമ്പ് അബിയെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് അബി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാനോ? അല്ല ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, എന്റെ പി എ ആയിരിക്കും വിളിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ അബി ഇങ്ങനെ നോക്കുവാണ് അയാളെ. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു എന്റെ പി എ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും ഇതിനു മുമ്പ് പല കാര്യങ്ങളും അബിയോട്, ശരിയല്ലേന്ന് ചോദിച്ചു. ആദർശ് ദുബായിലേക്ക് പോകുന്ന ആ സമയവും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അബിയല്ലേ പറഞ്ഞു കൊടുത്തേന്ന് ചോദിച്ചു. അബി പറഞ്ഞു അത് പിന്നെ സാറേ അതേന്ന് പറയണ, ആദർശ് ജയിലിൽ കിടക്കുന്ന കാണാനായിട്ട് ആഗ്രഹിച്ച ഒരാളെ അഭിനയൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ആദർശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പിന്നെ അയാളെ വിളിച്ച സമയത്ത് പി എ അല്ല കമ്പനിയുടെ എം ഡി ആണെന്നങ്ങോട്ട് പറഞ്ഞേക്കാൻ ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നബിയെ നോക്കി. പിന്നീട് നബി പറഞ്ഞു സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അബിയെക്കുറിച്ച്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാന്ന് പറഞ്ഞു. നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം. ആ സമയത്ത് അബി പറഞ്ഞു സാറേ ഇപ്പൊ ഞാൻ ആകെപ്പാടെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. താൻ ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ടോ, നവ്യ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താൻ ഞങ്ങളെ ഒരു രീതിയിൽ സഹായിക്കുക. കാരണം മൂർത്തി ജ്വല്ലറിയെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയത് തന്നിൽ നിന്നാണ്. അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ട് അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കത്തൊന്നുമില്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവിയാണ് തന്നെ പരിചയപ്പെടുത്തിയെങ്കിലും പക്ഷേങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുത്തിച്ച് പോലും ഒരു ഇന്റർവ്യൂ ചെയ്യാനാന്ന് പറഞ്ഞു. ഇന്റർവ്യൂ? അതെ, തന്നെ തനിച്ച് ഒന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ നവി പറഞ്ഞു അതിനെന്താ സാറേ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ജോലിയുടെ കാര്യം താൻ വിഷമിക്കണ്ടോ, അധികം വൈകാതെ തന്നെ ഇവിടെ പുതിയൊരു ബ്രാഞ്ചും കൂടെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഈ പറഞ്ഞ മൂർത്തി ജ്വല്ലറിക്ക് പോലും 5 കിലോമീറ്ററിനടുത്ത് വേറെ ജ്വല്ലറി ഒന്നും ഇല്ല. അവരുടെ തന്നെ വേറെ ബ്രാഞ്ചും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, എൻ ജ്വല്ലറിക്കാരെ പുതിയൊരു ഷോറൂം തുറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മേൽനോട്ടം കാര്യങ്ങളും അബിക്കായിരിക്കും എന്ന് പറഞ്ഞു. നവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് ഡേവിഡ് ചോദിച്ചു എന്താ അബി സന്തോഷമായില്ലേന്ന് ചോദിച്ചു. സന്തോഷമായി സാറേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അബി ഇവിടെ ഇരിക്കുക, അബിയെ ഞാൻ ഇന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ, നവിക്ക് വിരോധം ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇരിക്കാന്ന് ചോദിച്ചു. അതിനെന്താ സാറേ, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നവ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, നവ്യയുടെ റെക്കമെൻഡേഷനിലുള്ള ഈ ജോലി കിട്ടുന്നതെന്ന് മാത്രം ഇപ്പൊ അവൾ അറിഞ്ഞാൽ മതി. അവൾ ഈ കമ്പനിയുടെ പരസ്യ മോഡലാണല്ലോ. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടുമുട്ടിയ കാര്യങ്ങളും പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അവൾ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് ശരിയാ സാറേ, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ക്ലാഷിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു. സാറിന് അറിയാമെന്നോ? പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണമല്ലോ. നമ്മൾ ഒരാളെ തകർക്കാനായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവരുടെ കുടുംബത്തെ ഡീറ്റെയിൽസ് ആയതും എല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ അബിയുടെ കാര്യങ്ങൾ ഒട്ടുമിക്കാന്ന് തന്നെ എനിക്കറിയാം. വീട്ടില് ചന്തുമോളെന്ന് പറയുന്നൊരു കുട്ടിയുണ്ടല്ലേ, അത് കേട്ടപ്പോൾ അബി ഞെട്ടി. പിന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാ എന്താന്ന് ഏതാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു. അല്ല സാറേ അതൊക്കെ എങ്ങനെ? പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ് നവ്യമായിട്ടുള്ള ക്ലാഷിനെ കുറിച്ച് വരെ അറിയാന്ന്. നവ്യയെ കൂടത്തി കൊണ്ടുനടക്കാനായിട്ട് അബി ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്നും അറിയാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഈ കമ്പനിയുടെ പരസ്യ മോഡല അറിയാലോ, അവൾ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ തന്നെ ആട്ടെ. പിന്നെ അറിയാലോ അബി ഈ പുതിയതായിട്ട് തുടങ്ങുന്ന ഞങ്ങളുടെ ഷോറൂമിന്റെ കാര്യങ്ങളും മേൽനോട്ടം കാര്യങ്ങളൊക്കെ വഹിക്കണം. അബിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല സാറേ, അല്ലെങ്കിൽ തന്നെ മൂർത്തി ജ്വല്ലറി തന്നെ പുറത്താക്കിയത് അവിടെ നടന്ന കുറച്ച് അഴിമതികളൊക്കെ കണ്ടുപിടിച്ചതിന്റെ പേരിലാണ്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അബി, പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നീട് അബി ചോദിച്ചു അല്ല സാറേ എപ്പോഴാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊക്കെ പറയാം, അതിനെക്കുറിച്ചൊക്കെ അറിയിക്കാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടു കിടക്കണം, അറിയാലോ. ഇനി അബിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരു സംശയമില്ല സാറേ, അങ്ങനെയാണ് ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അബി അവരുമായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.